വടക്കാഞ്ചേരിയിലെ പ്രശസ്ത എല്ലുരോഗ ആശുപത്രിയായ മാക്സ് കെയർ ഹോസ്പിറ്റൽ പുതുതലമുറയ്ക്ക് വേണ്ടി ജോലി സാധ്യതയുള്ള BSSന്റെ അംഗീകാരത്തോടുകൂടിയ പാരാമെഡിക്കൽ കോഴ്സുകൾ തുടങ്ങിയിരിക്കുന്നു. പ്രശസ്ത എല്ലുരോഗ വിദഗ്ധൻ ഡോക്ടർ പ്രേംകുമാർ വിയുടെ കീഴിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ള ഈ സ്ഥാപനത്തിൽ പ്രഗത്ഭരായ ഡോക്ടർമാരുടെയും അധ്യാപകരുടെയും പരിശീലനങ്ങൾ, ക്ലാസുകൾ എന്നിവ ഉണ്ടായിരിക്കുന്നതാണ്. ഫസ്റ്റ് എയ്ഡ് ആൻഡ് പേഷ്യന്റ് കെയർ, മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ, എക്സ്റേ ടെക്നോളജി, ഫാർമസി അസിസ്റ്റന്റ് എന്നീ ഡിപ്ലോമ കോഴ്സുകളും സ്പോക്കൺ ഇംഗ്ലീഷ്, കമ്പ്യൂട്ടർ ക്ലാസുകളും ഒരുക്കിയിരിക്കുന്നു. മിതമായ ഫീസ്, യൂണിഫോമിന് പ്രത്യേക ഇളവുകൾ, ബസ് കൺസെഷൻ ആനുകൂല്യം, അർഹരായ കുട്ടികൾക്ക് സ്കോളർഷിപ്പ് പഠനത്തോടൊപ്പം ഹോസ്പിറ്റൽ ട്രെയിനിംഗ് എന്നിവ ഞങ്ങളുടെ സ്ഥാപനത്തിന്റെ പ്രത്യേകതകളാണ്. 2025-2027 ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. കോൺടാക്ട് 04884296 മൊബൈൽ 9188401013. ദേശമംഗലത്ത് വീണ്ടും തെരുവുനായ ആക്രമണം. കൈക്ക് പരിക്കേറ്റ യുവതിയെ തൃശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ദേശമംഗലം 5-ാം വാർഡിൽ ഗവൺമെൻറ് ITIക്ക് സമീപം താമസിക്കുന്ന പൊട്ടിക്കുണ്ടിൽ വീട്ടിൽ ഷാജഹാന്റെ ഭാര്യ 38 വയസ്സുള്ള ഫൗസിയയ്ക്കാണ് ഞായറാഴ്ച രാവിലെ 11:45 തെരുവുനായയുടെ ആക്രമണത്തിൽ പരിക്കുപറ്റിയത്. വീടിന്റെ വടക്കുഭാഗത്ത് അടുക്കളയുടെ പുറത്തിരുന്ന് കറികൾ തയ്യാറാക്കുന്നതിനിടയിലാണ് തെരുവുനായ്ക്കൾ കൂട്ടമായി വന്ന് ഫൗസിയയെ ആക്രമിച്ചത്. വലത് കൈമുട്ടിനു താഴെയാണ് നായയുടെ ആക്രമണത്തിൽ ഫൗസിയയ്ക്ക് പരിക്കുപറ്റിയത്. ബഹളം കേട്ട് വീട്ടുകാർ ഓടി വന്ന് നായയെ ആട്ടി ഓടിക്കുകയായിരുന്നു. ഞായറാഴ്ച രാവിലെ 9 മണിയോടെ മദ്രസ വിട്ടുവന്നിരുന്ന വട്ടത്തറ വീട്ടിൽ ജാഫറിന്റെ മകൻ 7 വയസ്സുകാരനായ മുഹാസ് മുഹമ്മദിന് നേരെയും നായ്ക്കൾ കുരച്ചു പാഞ്ഞെടുത്തു. സമീപമുണ്ടായിരുന്ന വീട്ടമ്മയുടെ സമയോചിത ഇടപെടൽ കൊണ്ട് മാത്രമാണ് മുഹാസ് മുഹമ്മദ് കടിയേൽക്കാതെ രക്ഷപ്പെട്ടത്. ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ തെരുവുനായകളുടെ വ്യാപനം കൂടുതലാണെന്നും കുട്ടികൾ ഉൾപ്പെടെയുള്ള ഒട്ടനവധി പേർക്ക് അടുത്ത കാലത്തായി നായ്ക്കളുടെ ആക്രമണത്തിൽ പരിക്കുപറ്റിയിട്ടുണ്ടെന്നും ഇത്തരം സംഭവങ്ങൾക്കെതിരെ ഗ്രാമപഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഫലപ്രദമായ നടപടികൾ യഥാസമയങ്ങളിൽ ഉണ്ടാവുന്നില്ലെന്നും നാട്ടുകാർ പരാതിപ്പെട്ടു. ഈ പ്രദേശത്തെ കുറേ കാലങ്ങളായിട്ട് തെരുവുനായ ശല്യം അതിരൂക്ഷമാണ്. കഴിഞ്ഞ തവണ പഞ്ചായത്ത് ഭരണസമിതി ഉള്ളപ്പോഴും നമ്മൾ അതിനു വേണ്ടിയിട്ട് ഇടപെട്ടിട്ടുണ്ട്, അപേക്ഷ കൊടുത്തിട്ടുണ്ട്, പരാതിപ്പെട്ടിട്ടുണ്ട്. ഇവിടെ മുമ്പ് ഇതേമാതിരി 1-2 തവണ കുട്ടികളെ കടിക്കലും അതേപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് മുമ്പ്. അപ്പോൾ ഇന്ന് നടന്ന സംഭവം എന്താ വെച്ചാൽ 2-3 കുട്ടികൾ മദ്രസ വിട്ട് വരുമ്പോൾ അവർ പിന്നാലെ നായ ഓടി. നല്ല എന്തോ കാരണം കൊണ്ട് ഇവിടെയുള്ള വീട്ടമ്മമാരൊക്കെ ഇടപെട്ടിട്ട് അതിന്ന് രക്ഷപ്പെട്ടു. വേറൊരു വീട്ടമ്മനെ ഇതേപോലെ നായ കയ്യിലും കാലിലും കടിച്ചിട്ട് ഇപ്പോൾ ആശുപത്രി കൊണ്ടുപോയിരിക്കുകയാണ്. മദ്രസ വിട്ട് വരുന്ന സമയത്ത് അവർ നേരക്ക് നായ്ക്കൾ കുറച്ച് ചാടുകയും ഇന്ന് രാവിലെ ഇവിടെ നമ്മുടെ അടുത്ത വീട്ടിൽ ഒരു സ്ത്രീ അവിടെ അവരെ വടക്ക് വശത്ത് എന്തോ പാത്രം കഴുകി എന്തോ ഉണ്ടായിരുന്നു. ആ സമയത്ത് നായ്ക്കളെല്ലാം കുറച്ച് ചെന്ന് അവരെ കടിക്കാൻ പോവുകയും അവർ ഓടി കയറിയത് കാരണം അവരെ കയ്യുമ്മ ചെറിയൊരു മാന്തലുമായിട്ട് അവർ മാന്തൽ കിട്ടി. അത് കാരണം അവരപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഇവിടെ തെരുവുനായ്ക്കളുടെ ശല്യം വളരെ രൂക്ഷമാണ്.